ഇദാ ഫറഗ അഹദുകും മിനത് തശഹുദിൽ അഖീർ, നിസ്കാരത്തിന്റെ ഒടുവിൽ നിങ്ങൾ ചൊല്ലുന്ന തശഹുദിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ ഫല്യതഅവദ് ബില്ലാഹി മിൻ അർബഇൻ, പേടിപ്പെടുത്തുന്ന ഭയാനകരമായ 4 പ്രതിസന്ധികളിൽ നിന്ന് അവർ അല്ലാഹുവിനോട് കാവൽ തേടണം. നിസ്കാരം എന്നതിന്റെ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ്. അസ്വലാഹ് ദുആ ആണ്, പ്രാർത്ഥനയാണ്. 2 റക്അത്താണെങ്കിലും 4 റക്അത്താണെങ്കിലും അതിന്റെ പ്രാരംഭ ചടങ്ങുകൾ മുതൽ, വുളൂഇന്റെ ഒരുക്കങ്ങൾ മുതൽ, വുളൂ ഉൾപ്പെടെ, നിസ്കാരത്തിലേക്കുള്ള പ്രവേശം ഉൾപ്പെടെ, ആ നിസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളും അള്ളാഹുവിനോടുള്ള ഓരോ തേട്ടങ്ങളാണ്, അവനുള്ള പ്രകീർത്തനങ്ങളാണ്, അള്ളാഹുവിന്റെ മദ്ഹുകളാണ്. നിസ്കാരം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാം കഴിഞ്ഞു, അവസാന ഇരുന്നിങ്ങനെ പടച്ചവനെ പ്രകീർത്തിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് എല്ലാം ചൊല്ലിയിട്ട് സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിയിട്ട് സലാം വീട്ടി പിരിയുന്നതിന്റെ തൊട്ടു മുൻപായി ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ട്. അതെന്താണ്? ഒന്ന് മിൻ അദാബി ജഹന്നം, നരകത്തിലെ ശിക്ഷയാണ്. വമിൻ അദാബിൽ ഖബർ, രണ്ടാമത്തേത് ഖബറിലുള്ള അദാബാണ്. ഖബറിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ശിക്ഷകൾ അതിൽ നിന്നാണ്. മൂന്നാമത്തേതോ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും കുഴപ്പങ്ങളിൽ നിന്നാണ്. നാലാമത്തേത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ലോകത്ത് കടന്നു വരാൻ പോകുന്ന ഏറ്റവും അഭിശപ്തനായ, ലോകത്തെ മുഴുവൻ കുഴപ്പത്തിലേക്കും അള്ളാഹുവിനോടുള്ള വിരോധത്തിലേക്കും എത്തിക്കുന്ന മസീഹുദ് ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്നാണ് ഓരോ വിശ്വാസിയും അവന്റെ നിസ്കാരത്തിനൊടുവിൽ കാവൽ തേടുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള സുരക്ഷ ചോദിച്ചുകൊണ്ടാണ്, അതെല്ലാവർക്കും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ്. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, എല്ലാവരുടെ മേലിലും സമാധാനം തേടിക്കൊണ്ടാണ് ഒരു വിശ്വാസി നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിന്റെ അടിത്തട്ട് സ്പർശിച്ച രീതിയിലുള്ള ഒരു ചോദ്യം, ഒരു പ്രാർത്ഥന, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുമുള്ള കാവൽ തേട്ടമായി നാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാവില്ലല്ലോ. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ പൊതുവിൽ നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് മണ്ണിൽ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന, മരണാനന്തരം സൃഷ്ടിക്കപ്പെടുന്ന ആ കുഴിമാടം എന്നുള്ളതാണ്. പൊതുവിൽ അതായതുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് നമ്മൾ ആ രീതിയിൽ വിലയിരുത്തപ്പെടുന്നത്. അതല്ലാത്ത എത്രയോ ഖബറുകൾ, മനുഷ്യന്റെ മരണാനന്തരമുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരം കത്തിക്കൽ പതിവുണ്ട്. അതിന്റെ എല്ലുകളും അവശിഷ്ടങ്ങളും അവർ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യും നദികളിൽ. ചില ആളുകൾ അവരുടെ ശരീരം പ്രത്യേകമായി സൂക്ഷിക്കാറുണ്ട്. ക്രയോജനിക്സ് എന്ന് പറയുന്ന ഒരു രീതിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്ത് മീഡിയകളിൽ വായിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരഗാമികൾ ആ ശരീരത്തെ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വസിയ്യത്ത് എഴുതി വെക്കാറുണ്ട്. പ്രത്യേകിച്ച് ധനാഢ്യരായ ആളുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ അവരുടെ ശരീരം ക്രയോജനിക്സിന് വിധേയമാക്കപ്പെടും. അഥവാ സാധാരണ വെള്ളം ഫ്രീസാവുന്ന, അത് തണുത്തുറയുന്ന ഒരവസ്ഥയുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുക, അതല്ലെങ്കിൽ അതിന്റെ പിന്നോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഐസായി മാറി.
അതിന്റെയും താഴെ ഏറ്റവും ശക്തമായ രീതിയിൽ തണുപ്പ് ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന ഭൗതികമായിരിക്കുന്ന മാറ്റങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള ലായനികളും മറ്റു ചേരുവകളും ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ശരീരം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് ക്രയോജനിക്സ് എന്നറിയപ്പെടുന്നത്. നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് വേദനിച്ച് ജീവിച്ചു മരിച്ചുപോയ ഒരു പെൺകുട്ടി ആ മരണത്തിന്റെ തൊട്ടു മുൻപ് എന്റെ ശരീരം ക്രയോജനിക്സിന് വിധേയമാക്കി സൂക്ഷിക്കണം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോട് പറഞ്ഞ് അത് ഏറ്റെടുത്ത ഒരു വാർത്ത പത്രങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് കൗതുകകരം. എന്താ ലക്ഷ്യം? എന്നെങ്കിലും ശാസ്ത്രം രണ്ടാമത് ഈ മരിച്ചുപോയ മനുഷ്യനിലേക്ക് ജീവൻ നൽകാൻ കഴിയും എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരം ഇവിടെയുണ്ടല്ലോ, ആ ശരീരത്തിലേക്ക് ഇനി ജീവൻ സന്നിവേശിപ്പിക്കപ്പെടണം. ഭൗതികതയുടെ ഈ പ്രമത്തത, ഐഹിക ലോകത്തിന്റെ ഈ സുഖാഡംബരങ്ങൾ അനുഭവിച്ചു മതിയാകാത്ത ഞങ്ങൾക്കിനിയും അത് അനുഭവിക്കണം. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ വിധികളെ പുച്ഛിച്ചുകൊണ്ട് ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കി സൂക്ഷിക്കുന്ന ആളുകൾ അവരുടെ ശരീരം മണ്ണോട് ചേരുന്നില്ലല്ലോ, അവരുടെ ഖബർ എവിടെയാണ്? കൊടുങ്ങല്ലൂരിനടുത്ത് കാതിയാളം എന്ന് പറയുന്ന സ്ഥലത്ത് തൊട്ടടുക്കലുള്ള പ്രദേശത്ത് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി വിരമിച്ച സൈമൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സൈമൺ മാസ്റ്റർ മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹം മുൻപുണ്ടായിരുന്ന ക്രിസ്തു മതത്തെ സംബന്ധിച്ചും ഖുർആനിന്റെയും ബൈബിളിന്റെയും അടിസ്ഥാനത്തിൽ പഠനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുകയും അതിനെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുകയും വരെ ചെയ്തു. മുഹമ്മദ് എന്ന അദ്ദേഹം പേര് സ്വീകരിച്ചു. സൈമൺ മാസ്റ്റർ ഹജ്ജ് ചെയ്തു, മുഹമ്മദ് ഹാജിയായി. അദ്ദേഹം കാതിയാളം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു മഹല്ലിൽ അംഗത്വമെടുത്തു. അദ്ദേഹം ആ മഹല്ലുകാരോട് പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഈ മഹല്ലിൽ തന്നെ മറമാടണം, ഈ ഖബർസ്ഥാനിൽ തന്നെ എന്നെ മറമാടണം, കാരണം ഞാൻ ഈ മഹല്ലിലെ അംഗമാണ്. ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും പ്രബോധനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൈമൺ മാസ്റ്റർ മരിച്ചു, മുഹമ്മദ് ഹാജി മരിച്ചു. രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അബോധാവസ്ഥയെ, നിസ്സഹായാവസ്ഥയെ ചിലർ ചൂഷണം ചെയ്തു. രാജ്യത്തിന്റെ നീതിബോധത്തോടും നന്മയോടും ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ പാവപ്പെട്ട ആ മനുഷ്യന്റെ കൈവിരലടയാളം അവർ സ്വന്തം ശരീരത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മതപത്രത്തിൽ പതിപ്പിക്കുകയുണ്ടായി. സൈമൺ മാസ്റ്ററുടെ ശരീരം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. മുസ്ലിമായി പോയതിന്റെ പേരിൽ തന്റെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന പ്രതികാരം ഏറ്റവും മോശമായ രീതിയിൽ നമ്മുടെ പാവപ്പെട്ട ആ സഹോദരൻ അനുഭവിക്കേണ്ടി വന്നു. ആ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏതാനും ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി കോടതി ആ കേസിൽ വിധി പറയാൻ വേണ്ടി പോവുകയാണ്. സൈമൺ മാസ്റ്ററുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്ത് വ്യാജമായി പലരും എഴുതിയുണ്ടാക്കിയ ആ സമ്മതപത്രത്തിലാണ് അദ്ദേഹം കയ്യൊപ്പിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ വസിയ്യത്ത് അദ്ദേഹം തന്റെ മഹല്ലിന്റെ ഭാരവാഹികളോട് പറഞ്ഞത് തീർച്ചയായും ആ ഭാരവാഹികൾ കോടതിയുടെ മുമ്പിൽ പറയുന്നുമുണ്ട്. അള്ളാഹു സത്യത്തെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ എവിടെയായിരിക്കും അയാളുടെ ഖബർ? കാരണം അയാൾ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടില്ല. മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾ ആ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കത്തിയും മരുന്നും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾ മൃതശരീരങ്ങളെ പഠിക്കുന്നതിന്റെ വളരെ മനോഹരമായ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഈജിപ്തിൽ പോയാൽ, കൈറോയിൽ പോയാൽ
അവിടെയുള്ള നാഷണൽ മ്യൂസിയത്തിൽ 3000-4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ, ഫറോവമാരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചതായി കാണുവാൻ കഴിയും. അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന രാംസിസ് രണ്ടാമന്റെ മൃതദേഹം ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെട്ട രീതിയിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഖബർ എവിടെയാണ്? ഇനി നിങ്ങൾ അങ്ങ് ഖിയാസ് ചെയ്താൽ മതി, നിങ്ങൾ അതിനോട് അങ്ങ് താരതമ്യം ചെയ്താൽ മതി. ഇവരൊക്കെ ഈ ഖബറിലുള്ള ഈ പറയുന്ന രക്ഷയാണെങ്കിൽ അത് ശിക്ഷയാണെങ്കിൽ അത് അനുഭവിക്കും. അല്ലാഹു തമ്പുരാൻ അതിന്റെ അനുഭവങ്ങൾ അവരെവിടെയാണോ ഉള്ളത്, ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ അവരങ്ങ് ധൂളിയായി പോയി, അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം അവരെ പിടിച്ച് കഴിച്ചു. പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ കപ്പലിൽ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പാറക്കല്ലുകൾ ആ ശരീരത്തിൽ കെട്ടിയിട്ട് താഴ്ത്തുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അവരുടെ അവസാനം അവരുടെ ശരീരം സമുദ്രത്തിനടിയിലായിരിക്കും ഉണ്ടാവുക. എവിടെയാണോ അവരുടെ ആ അന്ത്യശരീരമുള്ളത്, മരണാനന്തരം ശരീരത്തിന്റെ അംശങ്ങൾ എവിടെയാണോ ഉള്ളത്, അവിടങ്ങളിൽ വെച്ച് അല്ലാഹു തആല അവർക്ക് നൽകുന്ന അനുഭവങ്ങളെ ഭൗതിക ലോകത്തിരിക്കുന്ന ഒരാൾക്കും അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു തആല നൽകിയിട്ടില്ല. ഏതുപോലെ ഇപ്പോൾ നമ്മൾ ഖബറിലെ അദാബിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഖബറിൽ കിട്ടുന്ന രക്ഷകളെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിലെ ഖബറിലേക്ക് പോയിട്ട് ഖബറിടത്തിലേക്ക് പോയി ഒരു ഖബറങ്ങ് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ അല്ലാഹു തആല എവിടെ വെച്ച് ഈ അനുഭവങ്ങൾ നൽകിയാലും അതൊന്നും അറിയാനോ കാണാനോ നമുക്ക് കാണാനോ അനുഭവിക്കാനോ കഴിയില്ല. ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇദാ വുളിഅത്തിൽ ജനാസ, അവന്റെ ആ മൃതശരീരം ഒരു മയ്യിത്ത് കട്ടിലിൽ വെച്ചിട്ട് ഫഹ്തമലഹർ റിജാലു അലാ അനാഖിഹിം, അതിനെ ഖബറടക്കാൻ വേണ്ടി ആളുകൾ അവരുടെ തോളിൽ ചുമന്ന് കൊണ്ടുപോകുമ്പോൾ നബി തിരുമേനി പറയുകയാണ്, ഫഇൻ കാനത് സ്വാലിഹാ, മുഅ്മിനേ, ഇത് ഓരോരുത്തർക്കുമുള്ള അനുഭവമായിരിക്കും. നമ്മളാരും കാണുകയില്ല ഈ ആത്മീയമായ അവസ്ഥകൾ. കൊണ്ടുപോകുന്നത് കാണുമല്ലോ, ആളുകൾ അത് ചുമക്കുന്നത് കാണുമല്ലോ. ആ മയ്യിത്ത് കട്ടിലിലുള്ളയാള് നല്ല മയ്യിത്താണെങ്കിൽ, ഈമാനുള്ള മയ്യിത്താണെങ്കിൽ, ഇഖ്ലാസുള്ള മയ്യിത്താണെങ്കിൽ, തഖ്വയുള്ള മയ്യിത്താണെങ്കിൽ ആ മയ്യിത്ത് വിളിച്ചു പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ, എന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നതാണ്. വഇൻ കാനത് ഗൈറു സ്വാലിഹ, നല്ല മയ്യിത്തല്ല എങ്കിൽ ആ മയ്യിത്ത് വിളിച്ചു പറയുന്നത് യാ വൈലഹാ, എന്റെ നാശമേ. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിലേതെങ്കിലും ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? റസൂലുള്ള പറയുകയാണ്, ആ മയ്യിത്ത് വിളിച്ചു പറയുന്നത് വഇൻ കാനത് ഗൈറു സ്വാലിഹ, ഒരു മോശക്കാരിയാണ്, മോശക്കാരനാണ്. ആ മയ്യിത്ത് വിളിച്ചു പറയുന്നത് ഐന തദ്ഹബൂന ബിഹാ, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ഇനിയാണ് ഞാൻ പറയുന്ന പോയിന്റ്. യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ, മനുഷ്യരല്ലാത്ത ലോകത്തുള്ളവർ, മനുഷ്യന്റേതല്ലാത്ത ലോകത്തുള്ള മാലാഖമാർ, ജിന്നുകൾ, മനുഷ്യരല്ലാത്തവരൊക്കെ ആ ഒരു ശബ്ദം കേൾക്കുമെന്ന് പ്രവാചകർ പറഞ്ഞിട്ട് പറയുകയാണ്, വലൗ സമിഅൽ ഇൻസാനു ലസഇഖാ, മനുഷ്യനെങ്ങാനും അത് കേൾക്കുകയാണ് എങ്കിൽ നിശ്ചയമായും മനുഷ്യൻ അവിടെ ബോധരഹിതനായി വീണു പോകുന്നതാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇത് ഉറപ്പായ സംഗതിയാണ്. ഖബർ എന്ന് പറയുന്ന ആ അനുഭവം
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഖല നഖ്ലൻ ലി നജ്ജാർ, ബനു നജ്ജാർ ഗോത്രത്തിന്റെ ഒരു ഈന്തപ്പന തോട്ടത്തിൽ അവിടുന്ന് കടന്നു. ഫസമിഅ സൗതൻ ഫഫസിഅ, റസൂലുള്ള എന്തോ ഒരു ഭീകരമായ ശബ്ദം കേട്ടു. അവിടുത്തെ മുഖത്ത് ഭയത്തിന്റെ ഭാവപ്രകടനങ്ങൾ ഉണ്ടായി. അവിടുന്ന് ചോദിച്ചു, ഈ തോട്ടത്തിൽ ആരുടെയെങ്കിലും ഖബറുകളുണ്ടോ? അതേ നബിയേ, നാസുൻ മാതു ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത്, അജ്ഞാത കാലത്ത്, ജ്ഞാനമില്ലാത്ത കാലത്ത് മരിച്ചുപോയ ആളുകൾ ഈ ഖബറിന്റെ ഉള്ളിലുണ്ട്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, നിങ്ങൾ നരക ശിക്ഷയിൽ നിന്ന് കാവൽ തേടണേ. പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നിങ്ങൾ കാവൽ തേടണേ. റസൂലേ, എന്തിനാണ് അങ്ങനെ ഞങ്ങൾ കാവൽ തേടുന്നത്? അവിടുന്ന് പറയുകയാണ്, ഇന്നൽ മുഅ്മിന ഇദാ വുളിഅ ഫീ ഖബരി, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതാഹു മലക്കുൻ, അവന്റെ അടുക്കലേക്ക് ഒരു മലക്ക് വരികയാണ്. ആ മലക്ക് അവനോട് പറയുന്നു, മാ കുന്ത തഅബുദു ഫഇനില്ലാഹു ഹദാ, നീ എന്തിനെയായിരുന്നു ആരാധിച്ചിരുന്നത്? അല്ലാഹു അവനെ നേർമാർഗത്തിലേക്ക് നയിച്ചവനായിരുന്നുവെങ്കിൽ അവൻ പറയുന്നത്, കുന്തു അഅബുദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ആരാധിച്ചയാളായിരുന്നു. റസൂൽ പറയുന്നു, വീണ്ടും മലക്ക് അവനോട് ചോദിക്കുന്നു, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നീ പറയുന്നത്? മുഹമ്മദുർ റസൂലിന്റെ രൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഫയഖൂൽ ഹുവ അബ്ദുല്ലാഹി വറസൂലു, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ അടിമയുമായിരുന്നു. ഇങ്ങനെ ഒന്നുകിൽ അവന് ആ ഖബറിൽ രക്ഷ നൽകുകയും അതല്ലെങ്കിൽ ആ ഖബറിൽ അവന് ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ഈ ഒരു അനുഭവമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണോ മരണാനന്തരമുള്ളത് അവിടങ്ങളിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوقاه الله سيئات ما مكروا وحاق بآل فرعون سوء العذاب. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അവരുടെ സകലമാന വഞ്ചനയിൽ നിന്നും അല്ലാഹു കാക്കുകയും ഫിർഔനിനെയും അവന്റെ കക്ഷികളെയും ഏറ്റവും മോശമായ രീതിയിൽ അല്ലാഹു തആല ശിക്ഷിക്കുകയും ചെയ്തു. മരണാനന്തരം അവരനുഭവിക്കുന്ന ജീവിതം എങ്ങനെയാണ്? അഥവാ അവരുടെ ഖബറുകളിൽ, അവർ കടലിനടിയിലാണെങ്കിൽ അങ്ങനെ, അവർ നേരത്തെ പറഞ്ഞതുപോലെ ചില്ലിന്റെ കൂട്ടിലാണെങ്കിൽ അങ്ങനെ, അന്നാറു യുറളൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ, ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഫറോവയ്ക്കും അവന്റെ ആളുകൾക്കും നരകം ഇങ്ങനെ വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ, അല്ലാഹു തമ്പുരാൻ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട് എന്നുള്ളതാണ്. അവിടെ ഈ ഖബറും നേരത്തെ പറഞ്ഞ അവസ്ഥകളും ഒക്കെ സമാനമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. ഖബറിൽ കിടക്കണം എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ രക്ഷ തേടുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഒക്കെ, നമ്മൾ പഠിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ ആ ഖബറിനുള്ളിൽ നിന്ന് നമ്മളൊക്കെ പുറത്തേക്ക് വരേണ്ടി വരുമല്ലോ എന്ന ഒരവസ്ഥയെ കുറിച്ചാണ്. ഖുർആനിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ, മരണത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖബറിനുള്ളിൽ നിന്ന് രണ്ടാമത് മനുഷ്യൻ വരുന്ന രംഗങ്ങളെയാണ് കരുണാവാനായ അല്ലാഹു തആല വർണ്ണിച്ചിട്ടുള്ളത്. അതാണ് ബഅസ് എന്ന് പറയുന്നത്, പുനരുദ്ധാനം എന്ന് പറയുന്നത്. ഖബറിനുള്ളിൽ നിന്ന് വരിക, ആ വരവ് ശരിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദുനിയാവിൽ പണിയെടുത്തോ, അവന്റെ മരണം ഖൈറ്, അവന്റെ ഖബർ ഖൈറ്. ചിന്തിക്കണം നമ്മൾ.
രണ്ടാമതുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തെളിവുകൾ സ്ഥാപിച്ച് സംസാരിച്ചത്. നോക്കൂ നിങ്ങൾ,